ഓക്കെ. ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ ക്യൂബ് പെട്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒരു ചെറിയ സംഖ്യയിൽ തുടങ്ങാം. 12ന്റെ ക്യൂബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഡിജിറ്റ് ഒന്നാണല്ലോ. ഒന്നിന്റെ ക്യൂബ് എത്രയാണ്? ഒന്ന് തന്നെ. അത് ഞാൻ ആദ്യം എഴുതുന്നു. അടുത്ത ഡിജിറ്റ് രണ്ട്. രണ്ടിന്റെ ക്യൂബ് എത്ര? 8. അത് ഞാൻ ലാസ്റ്റത്തെ നമ്പറായിട്ട് എഴുതുന്നു. ഓക്കെ. ഇനി നടുക്ക് വരുന്ന സംഖ്യകൾ ഞാൻ സ്ഥലം ഇടുന്നു. ശ്രദ്ധിക്കുക. അപ്പൊ നടുക്ക് വരുന്ന സംഖ്യകൾ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റ് ഒന്നല്ലേ? ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെ. 1 ഗുണം 2 അപ്പൊ 2. ഓക്കെ. അതായത് ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇനി അടുത്തത് സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ 4. 4 ഗുണം 1 4. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പില് നമ്മൾ ഈ ഫസ്റ്റ് സംഖ്യ ഈ ലാസ്റ്റ് സംഖ്യ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ളതിന്റെ രണ്ടിന്റെ ഡബിള് 4. 4ന്റെ ഡബിള് 8. ഓക്കെ. ഇനി ഇത് നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ പോകണം. 8ന് ഇവിടെ ആഡ് ചെയ്യാനൊന്നുമില്ല. 8 അതേപോലെ എഴുതുന്നു. 8 4 ആഡ് ചെയ്താൽ 12. 12ന്റെ 2 മാത്രമേ എഴുതൂ. 1 ഇങ്ങോട്ട് ക്യാരി ആയിട്ട് വരും. സോ 4 2 6 1 7. ഇവിടെ 1 അതേപോലെ 1728. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് 13ന്റെ ക്യൂബ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഓക്കെ. ഇതേപോലെ സ്റ്റെപ്പ് പറഞ്ഞ് ഒന്നിന്റെ ക്യൂബ് 1. അടുത്ത 3ന്റെ ക്യൂബ് എത്ര? 27. അത് ലാസ്റ്റ് എഴുതുന്നു. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് അടുത്ത നമ്പർ ഏതാ വരുന്നത്? ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ്. അതായത് ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ഒന്നിന്റെ സ്ക്വയർ 1 തന്നെ. 1 ഗുണം 3 3. അടുത്ത സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് നമ്പർ. അപ്പൊ 3ന്റെ സ്ക്വയർ 9. 9 ഗുണം 1 9 തന്നെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് ലാസ്റ്റ് ഉള്ള നമ്പറുകൾ കളയുന്നു. 3ന്റെ ഇരട്ടി 6. 9ന്റെ ഇരട്ടി 18. ഇനി ആഡ് ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. ഇവിടെ 2 ഡിജിറ്റ് ഉള്ളപ്പോൾ നമ്മളെപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് മാത്രമായിരിക്കും ആഡ് ചെയ്ത് എഴുതുന്നത്. ഇവിടെ 7. ഈ 2 എന്താ ഇങ്ങോട്ട് ക്യാരി ആണ്. അപ്പം 9 2 11 8 കൂടെ ആഡ് ചെയ്യും. 11 8 19ന്റെ 9 മാത്രമേ ഇവിടെ എഴുതും. വീണ്ടും 1 ഇവിടെ ക്യാരി. ഈ 1 1 2 ഉണ്ടല്ലോ. ആ 2 ഇവിടെയാണ് ക്യാരി ആയിട്ട് വരുന്നത്. അപ്പൊ 3 2 5 6 5 11 1 വീണ്ടും 1 ഇവിടെ ക്യാരി ആയിട്ട് വന്നു. 2197. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? എനിക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 14ന്റെ ക്യൂബ്. സ്റ്റെപ്പ് പറഞ്ഞേ. ആദ്യം 1ന്റെ ക്യൂബ് 1. അടുത്ത 4ന്റെ ക്യൂബ് 64. എഴുതിയല്ലോ. അടുത്തത് എന്താ? ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ്. അതായത് 1ന്റെ സ്ക്വയർ 1 തന്നെ. 1 ഗുണം 4 4 തന്നെ കിട്ടും. ഇനി സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ്. 4ന്റെ സ്ക്വയർ എത്ര? 16. 16 ഗുണം എത്ര? 16 തന്നെ. ഓക്കെ. അടുത്തത് എന്താ? ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും മാറ്റി നിർത്തുന്നു. 4ന്റെ ഡബിൾ 8. 16ന്റെ ഡബിൾ 32. ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞു യൂണിറ്റ് ഡിജിറ്റ് ആഡ് ചെയ്യും. 4. ഈ 6 എന്താ ഇങ്ങോട്ട് ക്യാരി ആയിട്ടു. 6 6 12 നിന്ന് 14 4 ശിഷ്ടം 1. ഇവിടെ 3 2 5 ഉണ്ട്. 5 എങ്ങോട്ടാ? ഇങ്ങോട്ടാണ് വരുന്നത്. 5 4 9 8 17 7. ആ ബാക്കി ശിഷ്ടം 1 ഇങ്ങോട്ട് വരും. 1 1 2 2744. ഇനി നമ്മള് തമ്മിൽ കാണിച്ച പോലെ 23യുടെ ക്യൂബ് ആണ്. ശ്രദ്ധിക്കുക. ഇച്ചിരി വലിയ സംഖ്യയാണ്. അപ്പൊ 2ന്റെ ക്യൂബ് 8. 3ന്റെ ക്യൂബ് 27. അതായത് ആദ്യത്തെ അവസാനത്തെ ഡിജിറ്റുകളുടെ ക്യൂബുകൾ എഴുതി. അടുത്ത സംഖ്യ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. അതായത് 2ന്റെ സ്ക്വയർ 4. 4 ഇൻറ്റു 3 12. ഓക്കെ. അടുത്തത് സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ്. 3ന്റെ സ്ക്വയർ 9. 9 ഗുണം 2 18. ഓക്കെ. ഇനി ആദ്യത്തതും അവസാനത്തതും മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ളതിന്റെ ഡബിൾ. 12ന്റെ ഡബിൾ 24. 18ന്റെ ഡബിൾ 36. ഓക്കെ. ഇനി ആഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുക. 7 അതേപോലെ എഴുതി. 2 ഇങ്ങോട്ട് ക്യാരി ആയിട്ട് വരും. 8 2 10 6 16നെ 8 2 10 6 16 6 ശിഷ്ടം 1. ആ 3 2 5 എങ്ങോട്ടായി? ഇങ്ങോട്ട് വരും. 5 2 7 4 11 1 ശിഷ്ടം 1. 2 2 4. 4 എങ്ങോട്ടായി? ഇങ്ങോട്ട് വരും. 8 4 12. 1 2 1 6 7. ഓക്കെ. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത തമ്മിൽ കണ്ട ഒരു നമ്പർ നമുക്ക് 34 അല്ലേ? 34ന്റെ ക്യൂബുകളാണ്. വലിയ സംഖ്യയാണ്. അപ്പോ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. 3ന്റെ ക്യൂബ് എത്ര? 27. അതായത് എഴുതുന്നു. 4ന്റെ ക്യൂബ് എത്ര? 64. അത് എടുത്തായിരുന്നു. ഇനി അടുത്ത നമ്പർ 3യുടെ സ്ക്വയർ 9. 9 ഇൻറ്റു 4 36. അടുത്ത 4ന്റെ സ്ക്വയർ 16. 16 ഇൻറ്റു 3 48. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ള ഡബിൾ. 36 ഡബിൾ 72.
48ന്റെ ലെവൽ 96. ഓക്കെ. ഇനി യൂണിറ്റ് ആഡ് ചെയ്യുന്നു, അതായത് 4 അതേപോലെ എഴുതുന്നു. ഇനി 6 എന്താ ഇങ്ങോട്ടാണ് ആഡ് ആവും. 8 6 14 6 20 0 ശിഷ്ടം 2. 4 2 6 9 6 15. 15 ഇവിടെ ഇല്ല, 15 ഇങ്ങോട്ട് പോകും. 15 ആണ് 2D നമ്പർ ശ്രദ്ധിച്ചാണ്. 15 6 21 21 2 23 3 ശിഷ്ടം 2. അപ്പൊ 3 2 5 7 5 12 ആണ്. 12 എന്താ ഇങ്ങോട്ട് വരും. 12 7 കൂട്ടി 19. 19 1 ഇവിടെ വരുന്നു, 2 1 3. 39304 ആയിരിക്കും. 34 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അത് കണക്ക് വേറെ വലിയൊരു നമ്പർ 46ന്റെ ക്യൂബ് ഇതേ സ്റ്റെപ്പിൽ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് ഇതേപോലുള്ള വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.